ഒരു ഐഡിയ പറയുമ്പോൾ പലരും പറയുന്ന കാര്യം എന്താണെന്നറിയോ, അത് റിസ്ക് ആണ്, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നായിരിക്കും മിക്കവാറും പറയുന്ന ആൾക്കാർ. അതിന് കാരണം എന്താണെന്നറിയോ, നമ്മൾ ചോദിക്കുന്ന ആൾക്കാർ ബിസിനസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് പേടിയാണ് എല്ലാ കാര്യവും. ബിസിനസ് വർക്കായില്ലെങ്കിലോ, എല്ലാ കാര്യവും നഷ്ടപ്പെടുവോ. പക്ഷേ ഒരു ബിസിനസ് ചെയ്തിരിക്കുന്ന ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സെയിം ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും തുടങ്ങാൻ പറയും, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അതാണ് അതിൻ്റെ ഡിഫറൻസ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എല്ലാവരും അവരവരുടെ ഒരു സർക്കിൾ കാണുമല്ലോ, ആ സർക്കിളിൽ നിന്നാണ് അവരെ അഡ്വൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഒരു ജിമ്മിൽ പോവുകയാണെങ്കിലും ഒരു ഫിറ്റായ ഒരാൾ പറയുകയാണ്, അവർ മറ്റുള്ളവരോട് പറയും നിങ്ങൾ ഫിറ്റ് ആകണം എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഉറപ്പായിട്ടും പറയും ഒരു ബിസിനസ് തുടങ്ങണം. അവർക്ക് അതിനെപ്പറ്റി അറിയാം. നമ്മൾ ചിന്തിക്കണം, ആര് പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത്, നമ്മുടെ വിഷൻ എന്താണ്, നെക്സ്റ്റ് 5 years നമ്മൾ എന്താകണം, നമ്മുടെ ലൈഫ് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു ബിസിനസ് ഓണേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അപ്പം നമ്മുടെ സർക്കിളിൽ ഉള്ള എല്ലാവരും ബിസിനസ് ഓണേഴ്സ് ആയിരിക്കും. അപ്പം അവരുടെ ഐഡിയാസും പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനൊരു മെൻറ്ററും ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒരു മെൻറ്റർമാരുണ്ട്. അപ്പം നമുക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും അവർ ഗൈഡ് ചെയ്ത് തരും. അപ്പം നമ്മുടെ സർക്കിൾ എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഫ്യൂച്ചർ. നിങ്ങൾക്ക് ഈ ബിസിനസിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ ഡയറക്റ്റ്ലി റീച്ച് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒരു കോംപ്ലിമെൻ്ററി ഇൻഫോ സെഷൻ അയച്ചു തരാം. അപ്പോൾ ബിസിനസ്സിനെ പറ്റിയുള്ള എൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്തുണ്ട്. അത് കണ്ടു കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചർ നെക്സ്റ്റ് 5 years എന്തായി തീരണം എന്ന് ഇപ്പോഴേ ചിന്തിക്കുക. താങ്ക് യു.